ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെയാണ് ജർമ്മൻ പഠിച്ചത്, അതല്ലെങ്കിൽ എൻ്റെ ജർമ്മൻ A1 ടു B2 ജേർണി എങ്ങനെയായിരുന്നു, ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, ഏത് എക്സാമാണ് എഴുതിയത്, എങ്ങനെ ഞാൻ എക്സാം ക്രാക്ക് ചെയ്ത്, അതിനൊക്കെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ആ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലേസൺ എക്സാമിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. എങ്ങനെ ലേസൺ എക്സാം നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാം. അപ്പോൾ ലേസൺ ആണ് മിക്കവർക്കും ഏറ്റവും പാടായിട്ട് തോന്നുന്ന ഒരു എക്സാം. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ വൊക്കാബുലറീസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ജർമ്മൻ റിലേറ്റഡുള്ള വീഡിയോസ്, പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസ് ഇതെല്ലാം പറ്റുന്ന പോലെ ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലേസൺ എന്ന് പറയുന്നത് മൊത്തം 5 ടൈലാണ്, 5 പാർട്ടാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റത്തെയും സെക്കൻഡാമത്തെയും തേർഡത്തെയും ടൈൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, സെക്കൻഡ് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, തേർഡ് വൺ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഗ്രാമർ പോർഷനാണ്. അത് ഗ്രാമറും ലെക്സിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അതിൽ ഗ്രാമറിൻ്റെ മാർക്ക് സെപ്പറേറ്റ് ആയിരിക്കും, മറ്റേൻ്റെ വാക്ക് സെപ്പറേറ്റ് ആയിരിക്കും. ടെൽക്ക് ആയതുകൊണ്ട് 3 എക്സാമിൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ ലേസൺ, ഹ്യോറൻ, സ്ട്രൈബൻ ഇത് 3ഉം കൂടി ആണ് 135 മാർക്ക് നമുക്ക് വേണം പാസ്സാവാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബട്ട് ഓരോ എക്സാമിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ അതിനെപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ സ്ട്രൈബൻ ആണെങ്കിൽ 9 മാർക്ക് മതി എക്സാം പാസ്സാവാൻ വേണ്ടി. ഹ്യോറനും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഹ്യോറൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്ട്രൈബൻ്റെ സെപ്പറേറ്റ് പറയാം. ഇപ്പോൾ ലേസൺ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ലേസൻ്റെത് ആദ്യത്തെ പാർട്ടിൽ ഇതുപോലെ ആയിരിക്കും. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തരും, അത് വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ അടിയിലത്തെ ആൻസർ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അതിന് മുമ്പ് എത്ര പാർട്ടുണ്ടെന്നുള്ളത്. അതിപ്പോൾ മൊത്തം 90 മിനിറ്റാണ് നമ്മൾക്കുള്ളത് ഈ ലേസൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ടൈല് നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈല് നോക്കാം. ഞാനിപ്പോൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ A to F വരെ നമുക്ക് കുറച്ച് ടൈറ്റിൽസ് തരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ 15 മിനിറ്റാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതിനുശേഷം അവർ ഒരു പാരഗ്രാഫ് പോലെ ഒരു 5ഓ 6ഓ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ പാരഗ്രാഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ ഏതാണോ എന്ന് നമ്മൾ ഇതിൽ വായിച്ചിട്ട് നമ്മളത് സെലക്ട് ചെയ്യും. നമ്മൾ പഠിച്ചപ്പോൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈറ്റിലും വായിക്കും, അതിലെ കീവേഡ്സ് മാർക്ക് ചെയ്യും. കീവേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ മെയിനായിട്ടുള്ള വാക്കുകളും അടയാളപ്പെടുത്തും. അതെങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ പാരഗ്രാഫ് എല്ലാം വായിക്കുമ്പോഴത്തേക്കും ഈ കീവേഡുള്ള പാരഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ ടൈറ്റിൽ ടൊമാറ്റോ എന്നും ഉണ്ട്, ഓബ്സ്റ്റെന്നും ഉണ്ട്. അപ്പോൾ ടൊമാറ്റോ ഉണ്ട്, ഓബ്സ്റ്റെന്നും ഉണ്ടെന്ന് വിചാരിച്ചോ. അതുള്ള പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ഇത് ആ പാരഗ്രാഫിൻ്റെ ടൈറ്റിലാണ്. ഇനി അതുപോലത്തെ ടൊമാറ്റോനെ പറ്റിയും ഓബ്സ്റ്റിനെ പറ്റിയും സെയിം ആയിട്ട് പറയുന്ന 2 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അത് 2 നോട്ട് ചെയ്തിട്ട് അതൊന്നുകൂടി വായിച്ചിട്ട് അതിലേതെങ്കിലും ഒരെണ്ണം കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചെയ്യുന്നത്. ഇങ്ങനെ 5 ക്വസ്റ്റ്യനും നിങ്ങൾ 5 പാരഗ്രാഫിൻ്റെ ടൈറ്റിലും നിങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ഒന്നാമത്തെ ടൈലെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ടാവും, പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സൈഡിൽ കിടക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് ഓരോന്നിൻ്റെ ടൈറ്റിൽ എടുത്ത് എഴുതുന്നതാണ് ഒന്നാമത്തെ ടൈല്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ബോക്സിൽ ഇത് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തായിട്ട് 6 to 10 ക്വസ്റ്റ്യൻസിന് 3 ആൻസർ ABC കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനിലുള്ളത് ഈ എയും ബിയും സി എന്നുള്ള ഓപ്ഷനിൽ ഏതാണോ ആ ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്നുള്ളത് വായിച്ചിട്ട് നമ്മൾ ആൻസർ ടിക്ക് ചെയ്യണം. ഇതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഈ തേർഡ് പാർട്ട് എന്ന് പറയുന്നത്, തേർഡ് വൺ എന്ന് പറയുന്നതാണ് എനിക്ക് ലേസണിൽ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം ഇത് 11 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അവിടെയുള്ള ഒരുപാട് പാരഗ്രാഫ് വായിക്കാനുണ്ടാവും. സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. കാരണം ഒരുപാടുള്ളത് കൊണ്ട് ഭയങ്കര വായിച്ച് അത് മനസ്സിലാക്കി വരിക എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം
നിങ്ങൾ വൊക്കാബുലറീസ് പഠിക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ ഓരോ പ്രാവശ്യം ലേസൺ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഓരോത്തിൻ്റെ മീനിങ് ഒക്കെ നോക്കുക. അതുപോലെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലേസിൻ്റെ പ്രിൻ്റ് എടുക്കുക. അത് തന്നെ ചെയ്യുമ്പോൾ കീവേഡ്സ് മാർക്ക് ചെയ്യുക. അറിയാൻ പാടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഗൂഗിൾ ചെയ്യുക. അങ്ങനെ ഒരു ലേസിന് എങ്ങനെ വന്നാലും ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് എളുപ്പമാകും. എക്സാമിന് അതുപോലെ കീവേഡ് മാർക്ക് ചെയ്തിട്ട് ആൻസർ ഇത് കണ്ടുപിടിക്കാൻ നോക്കുക. കാരണം സിമിലർ ആയിട്ടുള്ള വേർഡ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആൻസർ തെറ്റാനുള്ള ചാൻസ്. ഞാൻ ഫസ്റ്റ് വൺ പറഞ്ഞതുപോലെ ആ ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് നോക്കിയിട്ട് അടയാളപ്പെടുത്തുന്നതാണ് ഈ 3 ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി 4, 5 എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ഗ്രാമറാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ്. അപ്പോൾ കുറച്ച് ഇത് അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഓരോ പാരഗ്രാഫിൻ്റെ അവിടെ എന്താണോ എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫോർത്ത് വൺ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ABC കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ളതെന്ന് ചൂസ് ചെയ്യുക. കാരണം ജർമ്മൻ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇത് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ സെൻറ്റൻസ് ഏത് നോമിനേറ്റീവ് ആണോ അക്സസീവ് ആണോ ഡാറ്റീവ് നോക്കുക. അതുപോലെ അവിടെ വരേണ്ടത് എന്താണ്, കണക്റ്റർ ആണോ അതോ ഇപ്പോൾ കൺജഷൻസ് ആണോ, അതല്ലെങ്കിൽ എന്താണ് അവിടെ വരണ്ടേന്നുള്ളത് നോക്കുക. അപ്പോൾ അത് തന്നെ അവർ തിരിച്ച് മറിച്ചിട്ടുള്ളത് 3 എണ്ണം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാം ആ ലൈനിൻ്റെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഡീറ്റെയിലുള്ള വീഡിയോ പുറകെ ഞാൻ ഇടാം എങ്ങനെയാണ് ഇത് പഠിക്കണ്ടേ എന്നുള്ളത്. ഇനി 5ാമത്തെ ടൈൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. അത് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യാനേ ഉള്ളൂ. അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. ABC പോലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ കറക്റ്റായിട്ടുള്ളത് വായിച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതാണ് ലേസൺ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വൊക്കാബുലറീസ് പഠിക്കുക, കീവേഡ്സ് മാർക്ക് ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂ അതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ യൂട്യൂബിൽ കാണുന്ന ലേസൻ്റെ ഇതൊക്കെ പ്രിൻ്റ് എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ എന്നിട്ട് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് പഠിക്കണം. പിന്നെ കൂടുതലും അറിയാവുന്ന വൊക്കാബുലറി ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ ലേസൺ എക്സാം എന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ലേസണിൽ എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ അതൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിടാം. കുറച്ച് ലെങ്ത് പോകും. ഇപ്പോൾ ലേസൺ എക്സാം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക്, അതുപോലെ ഫസ്റ്റായിട്ട് ജർമ്മൻ പഠിക്കാൻ കയറിയവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അല്ലെങ്കിൽ A1 മാത്രം വെച്ചിട്ട് ഇപ്പോൾ ജർമ്മനി പോയവരുണ്ടാവും, ഇപ്പോൾ B2 എക്സാം എഴുതാൻ പോകുന്നവർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എനിക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് എവരിവൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.